തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുക. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് ജില്ല പങ്കിടുന്നത് 2 മണ്ഡലങ്ങളാണ്, വടകരയും കോഴിക്കോടും. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് അവിടേക്ക് പ്രചരണത്തിനായി എത്തുന്നു. എങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം? റിയാസ് KMR. അജിംഷാദ്, ഒരു ചെറിയ തിരുത്ത്. കോഴിക്കോട് ജില്ല പങ്കിടുന്നത് 3 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കോഴിക്കോട്, വടകര, വയനാട് മണ്ഡലം തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലം ഉൾപ്പെടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ്. അപ്പോൾ നിലമ്പൂരടക്കം മലപ്പുറത്ത് പല മണ്ഡലങ്ങളും ഉണ്ട്. വയനാടിന് അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അതെ, വയനാടിന് ഉള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജില്ലകളെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് വയനാടാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് അതല്ലാതെ തന്നെ ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലം ഇത്തവണ അത് കൂടുതൽ ശക്തമാകുന്നു. കാരണം ഇടതുപക്ഷം കഴിഞ്ഞ തവണ PP സുനീറിനെയായിരുന്നു സ്ഥാനാർത്ഥിയാക്കിയത് എങ്കിൽ ഇത്തവണ അത് ദേശീയ നേതാവായിട്ടുള്ള, ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ആനി രാജയെ, CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ആനി രാജയെ കളത്തിലിറക്കി. കൂടുതൽ അതിന് ദേശീയ പ്രാധാന്യം വന്നു. അതോടുകൂടി BJPക്ക് കൂടുതൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇറക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് എത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിനു മുന്നോടിയായി രാവിലെ 9:30 CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഒരുപക്ഷെ ആനുകാലികമായ വിഷയങ്ങൾ, ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ വീണ്ടും ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ റിയാസ് മൗലവി വധക്കേസിലുള്ള അപ്പീൽ പോകൽ തുടങ്ങിയ ആനുകാലികമായ നിരവധി കാര്യങ്ങൾ, പൌരത്വ ഭേദഗതി നിയമത്തിലുള്ള സർക്കാർ നിലപാട്, ആ കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊക്കെ പറയാനായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 9:30 വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നേരെ ഇന്ന് പ്രധാനമായും വയനാട് മണ്ഡലത്തിലാണോ ഈ CPIM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രചരണം നടത്തുക? മുഖ്യമന്ത്രി മാത്രമാണ് ഇന്ന് വയനാട് മണ്ഡലത്തിലുള്ളത്. അതേസമയം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് എളമരം കരീമിന് വേണ്ടി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ് പ്രചാരണം നടത്തുന്നത്. രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധി വിടും. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ തന്നെ അദ്ദേഹം രാവിലെ ഉണ്ടാകും. രാവിലെ 10:30 വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുക്കത്താണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. രാവിലെ 10:30 അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള, നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി എത്തുക. അത് 3:30 മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുന്നത്. 4:30 വണ്ടൂരിലും എത്തും എന്നുള്ളതാണ്. അതിനുശേഷം നാളെയും മുഖ്യമന്ത്രി ഇവിടെ മലബാറിൽ തന്നെ തുടരുന്നുണ്ട്. മലപ്പുറത്താണ് മുഖ്യമന്ത്രി നാളെയുള്ളത്. മലപ്പുറത്ത് പൊന്നാനിയുടെ ഭാഗമായിട്ടുള്ള പെരിന്തൽമണ്ണയിൽ രാവിലെ 10:30 അദ്ദേഹം എത്തുന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള, പെരിന്തൽമണ്ണ മലപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമാണ്. മലപ്പുറം മണ്ഡലത്തിൽ തന്നെയാണ് നാളെ 3 പരിപാടികളും. പെരിന്തൽമണ്ണയും ഒപ്പം മഞ്ചേരി, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലാണ് നാളെയുള്ളത്. 10:30, 11:30, 4:30 മുഖ്യമന്ത്രിയുടെ നാളത്തെ പരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും മറ്റൊന്നുള്ളത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായാണ് റാലികളിൽ പങ്കെടുക്കാൻ, തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം വരുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. 9:30 വാർത്താ സമ്മേളനം. നമുക്ക് അടുത്ത ബുള്ളറ്റിനിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നൽകാൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആനുകാലികമായ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറയാനുണ്ട്, മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്, അതിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകാനുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് നടക്കാനിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ വന്ന കാര്യം, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് രാവിലെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലുള്ള കുന്നത്തുപാലത്ത് രാവിലെ 10 മണിക്കാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ
കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഇന്നത്തെ ആദ്യത്തെ പരിപാടിയുള്ളത്. പിന്നീട് വൈകിട്ട് 4 മണിക്കാണ്, അത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലുള്ള കോട്ടക്കടവിലാണ് അദ്ദേഹം പിന്നീട് പങ്കെടുക്കുന്നത്. പിന്നീട് വൈകിട്ട് 6-ന് കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ സംയുക്തമായി കോഴിക്കോട് വെച്ച് മേത്തോട്ട് താഴത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഒരു റാലി നടക്കുന്നു, പൊതുസമ്മേളനം നടക്കുന്നു. ഫലത്തിൽ CPIM പ്രചരണ രംഗത്ത് സജീവമായി അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ്. അങ്ങനെ നോക്കിയാൽ ദേശീയ തലത്തിലും ശ്രദ്ധേയരായ നേതാക്കളാണ് രണ്ടുപേരും. ആ തലത്തിൽ ഒപ്പം തന്നെ മറ്റു നേതാക്കളൊക്കെ വരുന്നുണ്ട് CPIMന്റെ. വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFന്റെ പ്രചരണത്തിനായി ദേശീയ നേതാക്കൾ എത്തുമെന്നാണ് അറിയിക്കുന്നത്. NDA വൃത്തങ്ങൾ പറയുന്നത് മോദി നിലവിൽ മോദി കേരളത്തിൽ സന്ദർശിക്കുന്ന പട്ടികയിൽ കോഴിക്കോട് ഉണ്ട് എന്ന് പറയുമ്പോഴും കോഴിക്കോടായിരിക്കില്ല, അത് ആറ്റിങ്ങിലായിരിക്കും മോദി എത്തുക എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും BJP നേതാക്കൾ കോഴിക്കോട് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പൊതുവിൽ കേൾക്കപ്പെടുന്നത് എന്തായാലും കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ, വിശദാംശങ്ങളാണ് ജില്ലാടിസ്ഥാനത്തിൽ തന്നെ. വടക്കൻ കേരളത്തിന്റെ മറ്റു വിവരങ്ങൾ കൂടിയാണ്